എന്തൊക്കെയാണ് ഇന്നത്തെ ചെമ്പനീർ പൂവ് എപ്പിസോഡില് നമ്മുടെ രേവതി മുട്ടം കരച്ചിലാണ്. രേവതി ശ്രീകാന്തിനെ വിളിക്കുന്നു, ശ്രീകാന്ത് ഫോൺ എടുക്കുന്നില്ല. ലാസ്റ്റ് നമ്മുടെ ദേവു പറയുന്നുണ്ട്, ഞാൻ അവരോട് പോയി സംസാരിക്കാം, ഞാൻ കാരണമല്ലേ ചേച്ചിയുടെ ജീവിതം ഇങ്ങനെയായത്, ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ചേച്ചി, സോറി ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ രേവതി പറയുന്നുണ്ട്, നീ എന്റെ മുമ്പിൽ നിന്ന് പോ, നീ വീട്ടിലേക്ക് പൊയ്ക്കോ, നീ ആരോടൊന്നും പറയണ്ടാവോ, നീ ചെന്ന് പറഞ്ഞാൽ തന്നെ കേൾക്കാൻ പറ്റിയ പരുവത്തിലാണല്ലോ അവരിപ്പോ എല്ലാരും ഉള്ളത്, നീ ദൈവം ചെയ്ത ഇവിടെ നിന്ന് പൊയ്ക്കോ, നിനക്കിപ്പോ തൃപ്തിയായാലോ സമാധാനമായാലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവിയെ എന്താ പറയാ ദേവൂരെ നമ്മുടെ രേവതി തള്ളി പറഞ്ഞ് ഇടുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക് കേട്ടോ. അതിനുശേഷം നമ്മുടെ രേവതി അവിടെ തന്നെ ഇരിപ്പാ. നമ്മുടെ ദേവു ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ചേച്ചിയുമാന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ രേവതി പറയുന്നുണ്ട്, ഇല്ല, ഞാൻ കാരണം ഒരു പാവം മനുഷ്യനാണ്, ഞാൻ മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടി ഞാനൊരു വഴിയായില്ലേ അതിന്, ആ ഒരു പാവം മനുഷ്യൻ ജയിലിൽ കിടക്കുമ്പോൾ എനിക്ക് വീട്ടിലേക്ക് വരാൻ സാധിക്കില്ല, അദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി അവിടെ തന്നെ ഇരിക്കുക കേട്ടോ. അപ്പൊ അതിനുശേഷം പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ രവീന്ദ്രന്റെ കാര്യത്തിൽ ഒരു അനക്കവുമില്ല. ശ്രീകാന്തും നമ്മുടെ വർഷയും അവിടെ വന്നാൽ മാത്രമേ നമ്മുടെ രവീന്ദ്രനെ പറഞ്ഞു വിടുകയുള്ളൂ, അല്ലെങ്കിൽ രവീന്ദ്രനെ കോടതിയിലേക്ക് വിട്ട് പിന്നീട് വലിയ ജയിലിലേക്ക് വിടുമെന്നൊക്കെ നമ്മുടെ ആ ഒരു പോലീസ് നമ്മുടെ സച്ചിയോട് പറയുന്നുണ്ട്. അപ്പൊ സച്ചി കാല് പിടിക്കുന്നുണ്ട്, ഞാൻ കിടന്നോളൂ, അച്ഛന് പോരാ, അച്ഛൻ എങ്ങനെയെങ്കിലും പുറത്ത് വിട സാർ എന്നൊക്കെ പറഞ്ഞ്, പ്ലീസ് സാർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കെഞ്ചുന്നുണ്ട്. പക്ഷെ പോലീസ് അതൊന്നും കേൾക്കാൻ എന്താ പറയാ മനസ്സ് അനുവദിക്കുന്നില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ചന്ദ്രയാണെങ്കിലും ഭയങ്കര കരച്ചിലാണ്. സച്ചി മോനെ എടാ അങ്ങനെയെങ്കിലും അച്ഛനെ ഇറക്കടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നോടൊക്കെ ഞാൻ പറഞ്ഞതല്ലേ രേവതി, അവളുടെ നശിഞ്ഞ ഒരു ജീവിതമാണ്, നശിഞ്ഞ ഒരു ജാതകമാണ് അവളുടെ, അവള് വന്നതിന് ശേഷമാണ് നമ്മുടെ കുടുംബം ഇങ്ങനെ താറുമാറായി പോയത്, ഞാൻ പറയുമ്പോൾ നിനക്ക് അങ്ങനെ കേൾക്കൂലായിരുന്നല്ലോ, ഇപ്പൊ എന്തായി എന്നൊക്കെ ചോദിക്കണം. അപ്പൊ ഇതൊക്കെ നമ്മുടെ രേവതി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്, ഇവര് മുറ്റത്ത് നിന്നാണ് ഈ സംസാരിക്കുന്നതൊക്കെ. അപ്പൊ നമ്മുടെ രേവതിയെ നമ്മുടെ സച്ചി ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പൊ നീ ഇവിടെ നിന്നും പോയില്ലേ, മര്യാദന്റെ മുമ്പിൽ നിന്ന് വെക്കുക, എന്നെ വീണ്ടും ഒരു കൊലപാതകി ആക്കരുത് എന്നൊക്കെ പറഞ്ഞ് കൈ ചുരുട്ടി നമ്മുടെ രേവതി ഇടിക്കാൻ പോകുന്ന ദൃശ്യങ്ങളും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ രേവതി അപ്പോൾ അവിടെ നിന്ന് പോകുന്നില്ല കേട്ടോ, അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കുക. രേവതി ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അവരുടെ വിവാഹത്തിന് കൂട്ടു നിന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ രേവതി സച്ചിക്ക് ഇനിയൊന്നും കേൾക്കേണ്ട കാര്യമില്ല, സച്ചിയുടെ സ്വഭാവം നമുക്ക് അറിയാലോ, ഭയങ്കര ദേഷ്യക്കാരനാണ്. അപ്പൊ പോരാത്തതിന് ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ ജയിലിൽ കൂടെ കടക്കുമ്പോൾ അതിന് സാക്ഷിയായി നമ്മുടെ രേവതി ഒപ്പിട്ടെന്നൊക്കെ അറിയുമ്പോൾ പിന്നെ നമ്മുടെ സച്ചിയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ വർഷ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നമ്മുടെ എന്താ പറയാ ശ്രീകാന്തിന്റെ മടിയിൽ കിടക്കുന്നു, അവിടെ കിടക്കുന്നു, ഇവിടെ കിടക്കുന്നു. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിലും മൊത്തം മനസ്സ് ആ ഒരു കുടുംബത്തിലാണ്. അയ്യോ പുറത്ത് എങ്ങനെയായിരിക്കും കാര്യങ്ങള്. അപ്പൊ നമ്മുടെ വർഷയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഒന്ന് ഫോൺ ഒന്ന് ഓൺ ചെയ്ത് വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ നമ്മുടെ വർഷയ്ക്കാണെങ്കിൽ ഭയങ്കര വർഷയ്ക്ക് ശ്രീകാന്തിനെ മാത്രം മതി, വീട്ടുകാരുടെ കാര്യമൊന്നും ഒരു ചിന്തയുമില്ല. അവര് കുറച്ച് അന്വേഷിച്ചു കഴിഞ്ഞിട്ട് അവര് പിന്നെ പഴയ ജീവിതത്തിലോട്ട് അയച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞു വർഷ ഭയങ്കര കൂളായിട്ടിരിക്കും. അപ്പൊ നമ്മുടെ ശ്രീകാന്തിന്റെ ആണെങ്കിൽ ആകപ്പാടെ നമ്മുടെ രേവതിയുടെ കാര്യം എടുത്തിട്ടാണ് കൂടുതലും എന്താ പറയാ ഏട്ടത്തി ഇതിന് കൂട്ടു നിന്നു അല്ലെങ്കിൽ ഇതിൽ സൈൻ ചെയ്തു എന്നൊക്കെ അറിയുമ്പോഴുണ്ടാവുന്ന അവിടുത്തെ കുടുംബത്തിൽ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ നമ്മുടെ ശ്രീകാന്തിനെ നല്ലോണം മനസ്സിലാക്കിയിട്ട് ശ്രീകാന്ത് ഭയങ്കര ആദിയിൽ നിൽക്കുന്ന ഒരു രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ശേഷം വർഷം പോയതിനു ശേഷം ശ്രീകാന്ത് ഇങ്ങനെ ഫോൺ എടുത്ത് ഇങ്ങനെ ഓണാക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ശ്രീകാന്ത് എങ്ങാനും ഫോൺ ചെയ്ത് ഓണാക്കി ആ കാര്യങ്ങൾ വീട്ടിലത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് അറിയുകയാണെങ്കിൽ നമ്മുടെ രവീന്ദ്രന്റെ അടുത്ത് വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് നമ്മുടെ ശ്രീകാന്ത് വന്നിട്ട് കാര്യങ്ങളെല്ലാം സോൾവ് ആക്കും. അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ അച്ഛനും രവീന്ദ്രനും ജയിലിൽ കിടക്കും, സച്ചിയും അവിടെ തന്നെ ആയിരിക്കും, രേവതിയും അവിടെ തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ എന്തായാലും ഭയങ്കരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയായിട്ട് നമ്മുടെ ചെമ്പനീർ പൂവില് ഇനി വരാൻ പോകുന്നത്. ഇനി സച്ചിയും രേവതിയും ഒരിക്കലും ഒന്നിക്കില്ല എന്ന് നമുക്ക് ഉറപ്പായി അല്ലെ. അപ്പൊ എന്തായാലും കാത്തിരിക്കാം, അല്ല പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്ന് അറിയാലോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.